ഹലോ സുഹൃത്തുക്കളെ, പുതിയ ഒരു അടിപൊളി വീഡിയോയിലേക്ക് വീണ്ടും വീണ്ടും സ്വാഗതം. ഇന്ന് രാവിലെ 7 മണിയായിട്ടുണ്ട്. നല്ല അടിപൊളി മഞ്ഞുണ്ട്. എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. രാത്രി മൊത്തവും മഴയായിരുന്നു. രാവിലെ എഴുന്നേറ്റപ്പോഴത്തേക്കിനും നല്ല മഞ്ഞ്. ഒരു 8 മണിയൊക്കെ ആയപ്പം മഞ്ഞൊക്കെ പോയി വെയിലായിട്ടുണ്ട്. ഉച്ച കഴിഞ്ഞിട്ട് നല്ല മഴ പെയ്യാനാണ്. 9 മണി 9:30 ആയപ്പോഴേക്കും ഞങ്ങൾ ഒരു സ്ഥലം വരെ പോകാൻ ഇറങ്ങിയേക്കുവാണ്. ഇനി പ്രത്യേകിച്ച് ഞാൻ സസ്പെൻസ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല. തമ്പനെയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും പിടികിട്ടി കാണും നമ്മൾ എങ്ങോട്ടാണ് പോണേന്ന്. അതെ, നമ്മളൊരു പുതിയ കാറ് മേടിക്കാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ പൊന്നൂട്ടി ഇന്ന് സ്കൂളിലൊന്നും പോയില്ല. പൊന്നൂട്ടി എത്ര നാൾ കൊണ്ട് വെയിറ്റ് ചെയ്തിരുന്നൊരു സംഭവമാണെന്നറിയാമോ ഇന്നത്തെ ദിവസം. പിന്നെ പൊന്നൂട്ടി സ്കൂളിൽ പോവോ? ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ കൂടെ ചേട്ടൻ്റെ ഫ്രണ്ട് അനുചേട്ടനും ഉണ്ട്. പുള്ളി വളർന്നു വരുന്നൊരു കുഞ്ഞ് സെലിബ്രിറ്റിയാണ്. നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും പുള്ളി എപ്പോഴെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാവും. ഗോളം സിനിമയിലൊക്കെ നല്ലൊരു റോള് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ഫുൾ ടൈം ഷോർട്ട് ഫിലിമും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പുള്ളി ഫുൾ ആക്ടിങ്ങിലാണ്. ഞങ്ങൾ വെഞ്ഞാറമൂടുള്ള മാരുതിയുടെ ഷോറൂമിലാണ് ഞങ്ങൾ വണ്ടി ബുക്ക് ചെയ്തത്. പക്ഷേ ഞങ്ങൾക്ക് വണ്ടി കിട്ടുന്നത് കിള്ളിപ്പാലത്തുള്ള ഷോറൂമിൽ നിന്നാണ്. അങ്ങനെ ഞങ്ങൾ ട്രിവാൻഡ്രത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. 2 മാസത്തോളമായി ഞങ്ങൾ വണ്ടി ബുക്ക് ചെയ്തിട്ട് കേട്ടോ. പിന്നീട് സെപ്റ്റംബർ 22-ന് GSTയുടെ അപ്ഡേഷൻ വന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ വണ്ടി എന്തായാലും ഒരു വണ്ടി ഞങ്ങൾ ബുക്ക് ചെയ്ത് വെച്ചത് ഏകദേശം 2 മാസത്തോളമായി. ചിങ്ങമാസത്തിൽ ബുക്ക് ചെയ്തായിരുന്നു. അങ്ങനെ ഇന്ന് ആ ദിവസം വന്നു. നമ്മളിങ്ങനെ പുതിയൊരു വണ്ടി എടുക്കാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്. 12 മണി തൊട്ട് രാഹുകാലമാണ്. അതുകൊണ്ട് 12 മണി തൊട്ട് 1:30 വരെയുള്ള സമയത്ത് വണ്ടി എടുക്കരുതെന്ന് നമ്മ പറഞ്ഞിട്ടുണ്ട്. ഡെലിവറി ടൈം ആ സമയത്ത് ചെയ്യരുതെന്ന് നമ്മ പറഞ്ഞിട്ടുണ്ട്. ഏകദേശം ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തേനും നമ്മളവിടെ എത്തി. ഇന്നൊരു 7, 8 പേർക്ക് ഡെലിവറി ഉണ്ടായിരുന്നു. ഫസ്റ്റ് നമുക്ക് തന്നെയായിരുന്നു. വന്ന ഉടനെ അനുചേട്ടനെയും വിളിച്ച് ചേട്ടൻ ഓരോ റീൽസൊക്കെ അങ്ങോട്ട് എടുപ്പ് തുടങ്ങി. അതെല്ലാം ഞാൻ ഇന്നലെ തന്നെ ഓൾറെഡി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും വാട്സപ്പിലും എല്ലാത്തിലും എവിടെയൊക്കെ പോസ്റ്റ് ചെയ്യുക അവിടെ മൊത്തം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ റീൽസ്. അത്യാവശ്യം വ്യൂസൊക്കെ ഉണ്ട്. ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. ഈ വണ്ടി എടുക്കുന്നത് ഞങ്ങളല്ല, ഉണ്ണിക്കുട്ടന് വേണ്ടിയിട്ടാണ്, എൻ്റെ അനിയന് വേണ്ടിയിട്ടാണ്. കുറേ നാൾ കൊണ്ടേ അവൻ പറയുന്നുണ്ട് താറ് കൊണ്ട് നടക്കാൻ. താറ് കൊണ്ട് നടക്കുന്നവർക്കറിയാം നല്ല ലോങ്ങിൽ പോകും, നല്ല റോഡും നല്ല നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റിയ അത്യാവശ്യം നല്ല മൈലേജ് കിട്ടും. നമ്മുടെ താറ് ഡീസലാണ്, ഡീസൽ ഓട്ടോമാറ്റിക്കാണ്. അതിന് 17 വരെ മൈലേജ് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഞാൻ ഡ്രൈവ് ചെയ്താൽ 15 കഴിഞ്ഞ് പോയിട്ടില്ല. പക്ഷേ ലോക്കൽ ഓട്ടത്തിന് അതിന് ഒട്ടും മൈലേജ് കിട്ടത്തില്ല. അന്നേ അവൻ പറയുന്നുണ്ട് ഒരു മാരുതിയുടെ വണ്ടി എടുക്കണം, ലോക്കൽ ഓട്ടത്തിന് വേണ്ടി മാത്രം എടുക്കണം. പക്ഷേ പഴയതായിരുന്നു നമ്മൾ നോക്കി നടന്നത്. പഴയത് നോക്കി ഒരു 1,20,000 കിലോമീറ്റർ ഓടിയ ഒരു സ്വിഫ്റ്റ് ഞങ്ങൾ ചെന്ന് നോക്കിയപ്പോൾ അതിന് 5,00,000 രൂപ വില പറഞ്ഞു. ഞങ്ങൾ എന്തെങ്കിലും അങ്ങോട്ട് കൊടുക്കാൻ ചെന്നാൽ നല്ല വില കുറയ്ക്കുകയും ചെയ്യും. പഴയതായാലും നമ്മൾ മേടിക്കാൻ ചെന്നാൽ നല്ല വിലയുമായിരിക്കും. അപ്പോഴേ ചേട്ടൻ തന്നെയാണ് പറഞ്ഞത്, "നീ കുറച്ച് നാളത്തേക്ക്, അതായത് ഒരു ലോങ് യൂസിന് വേണ്ടിയിട്ടാണ് നീ വണ്ടി എടുക്കുന്നതെങ്കിൽ പുതിയ വണ്ടി എടുക്ക്. ഇനിയിപ്പോൾ സെപ്റ്റംബറിൽ GST അപ്ഡേഷൻ വരുമ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് വ്യത്യാസം ഉണ്ടാവും. ഇല്ല നീ വർഷം തോറും അല്ലെങ്കിൽ 2 വർഷം 3 വർഷം കൂടുമ്പോൾ നിനക്ക് മാറ്റി മാറ്റി കളിക്കാനാണെങ്കിൽ നീ പഴയ വണ്ടി തന്നെയാണ് എടുത്തോ" എന്ന് പറഞ്ഞു. അല്ലാതെ പുതിയ വണ്ടിയെപ്പറ്റി ഒരു ചിന്തയേ ഇല്ലായിരുന്നു. ഇഷ്ടംപോലെ പഴയ വണ്ടികളാണല്ലോ ഇപ്പോൾ ഇറങ്ങുന്നത്. അങ്ങനെ എങ്കിൽ പിന്നെ നോക്കാമെന്നൊക്കെ പറഞ്ഞ് പിന്നെ കുറേ നാൾ അങ്ങനെ അങ്ങ് പോയി. അങ്ങനെ എന്തായാലും ഒടുവിൽ വണ്ടി ഫിക്സ് ചെയ്ത്, ഏത് വണ്ടി എടുക്കണമെന്ന് ഫിക്സ് ചെയ്ത്, പിന്നെ ഏത് കളർ വേണമെന്നായി. എന്തായാലും ബ്ലാക്ക് വേണ്ട. ബ്ലാക്ക് ഒരെണ്ണം ഉണ്ട്. അത് കൊണ്ട് നടക്കുന്ന പാട് എനിക്കറിയാം. ഇന്ന് രാവിലെ കഴുകിയിട്ട് നാളെ രാവിലെ നമുക്ക് എവിടെയെങ്കിലും പോകാനായിട്ട് ഇന്ന് രാവിലെ ഫുള്ള് വാഷ് ചെയ്തിട്ട് കഴിഞ്ഞാൽ, ഇന്ന് വൈകിട്ട് ഫുള്ള് വാഷ് ചെയ്തിട്ട് കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോൾ ഫുള്ള് പൊടിയാണ്. വാഷ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് കൊണ്ടുപോയാൽ നല്ല ലുക്കാണ് കാണാൻ ബ്ലാക്ക് വണ്ടികൾ. പക്ഷേ അതില്ലെങ്കിൽ വെറും കൂറയായിട്ടാണ് പോണത്. ചില സമയങ്ങളിൽ എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട്, "നീ വണ്ടി കഴുകാറില്ലേന്ന്?" ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അത് കേൾക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരും. കാരണം നമ്മൾ അത്രയും ഇതായിട്ട് കഴുകി നമ്മൾ കൊണ്ട് നടക്കുന്ന സാധനമായിരിക്കും. ചിലപ്പോൾ പെരും മഴയത്തായിരിക്കും നമ്മൾ എവിടെയെങ്കിലും ചെന്ന് കയറുന്നത്. ആ സമയത്ത് പിന്നെ അത് കഴുകിയ വണ്ടിയാണെന്ന് പറയത്തില്ല. പിന്നെ ആൾക്കാർ ഇതും കൂടെ ചോദിക്കുമ്പോഴത്തേന് കലിയും ദേഷ്യവും വിഷമവും നമുക്കെല്ലാം കൂടെ വരും. അതുകൊണ്ട് എന്തായാലും ബ്ലാക്ക് വേണ്ടാന്ന് ഫിക്സ് ചെയ്ത്. പിന്നെ ഒരു സിൽവർ കളറ്. നമ്മൾ ഫോട്ടോയിലൊക്കെ കണ്ടിട്ട് ഒരു സിൽവർ കളറ് നമ്മൾ പറഞ്ഞിട്ട് പിന്നീട് അതേ 2 ദിവസം കഴിഞ്ഞപ്പം ഏകദേശം ആ ഒരു കളറ് ആയിട്ട് മാച്ചുള്ളൊരു വണ്ടി കണ്ടപ്പം നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ നമ്മൾ ഈ സെയിം ഷോറൂമിൽ വന്ന് സിൽവർ കളറിൻ്റെ ഒറിജിനൽ വണ്ടി കണ്ടിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് മാറ്റി. പിന്നെ നമ്മൾ വിചാരിച്ച് റെഡ് അപ്പം എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെട്ടില്ല റെഡ്. ജ്യോതിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഉണ്ണിക്കുട്ടന് വലിയ കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ അവസാനം കറങ്ങി തിരിഞ്ഞ് അവസാനം ഇതും ബ്ലാക്കിൽ തന്നെ വന്നു. ഇത് രണ്ടും കൂടെ കഴുകുന്ന കാര്യമാണ് പാട്. നല്ല ലുക്കൊക്കെ തന്നെ. ഇപ്പോൾ സുരേഖ ചേച്ചി എടുത്തതും ബ്ലാക്കാണ്. അതും നല്ല ലുക്കാണ്. പൊടി തൂത്ത് അവർ ഊപ്പാട് വന്ന് കിടക്കുവാണ്.
അങ്ങനെ പൊന്നൂട്ടി ഇവിടെ കീ ഒക്കെ വാങ്ങിക്കുവാണ്. പൊന്നൂട്ടി തന്നെ പറഞ്ഞു, "ഞാൻ കീ വാങ്ങിക്കും, ഞാനത് വാങ്ങിക്കും, ഞാനിത് വാങ്ങിക്കും." ഞാൻ പറഞ്ഞു, "അവർ തരുന്ന എല്ലാം നീ തന്നെ മേടിച്ചോളാൻ" പറഞ്ഞു. പൊന്നൂട്ടി ഭയങ്കര ഹാപ്പിയായിരുന്നു കേട്ടോ. പൊന്നൂട്ടി എത്ര നാളുകൊണ്ട് നമ്മൾ വണ്ടി ബുക്ക് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ തൊട്ട് പൊന്നൂട്ടി സ്കൂളിലെല്ലാം ചെന്ന് പറയാണ്, "ഉണ്ണിക്കുട്ടൻ വണ്ടി ബുക്ക് ചെയ്ത്, ഉണ്ണിക്കുട്ടൻ വണ്ടി ബുക്ക് ചെയ്ത്." ഇന്നലെ ചെന്ന് പറഞ്ഞ്, "നാളെ ഉണ്ണിക്കുട്ടൻ വണ്ടി കിട്ടുമെന്ന്" പറഞ്ഞു. അപ്പോൾ ടീച്ചർമാർ ചോദിച്ചെന്ന്, "ഇതുവരെയും കിട്ടിയില്ലേന്ന്" ചോദിച്ചെന്ന്. ഇതൊക്കെ ഉള്ളത് തന്നെയെന്ന് എനിക്കറിയാൻ വയ്യ. അവൾ ഇവിടെ വന്ന് പറയുന്ന കാര്യങ്ങളാണ്. അങ്ങനെ എന്തായാലും 12 മണിക്ക് മുന്നേ തന്നെ നമ്മൾ വണ്ടി ഡെലിവറി ചെയ്യാനായിട്ട് പോവുകയാണ്. അമ്മ ഇങ്ങനെ സമയം നോക്കി ഇരിക്കുവാണ്. ഞാൻ പറഞ്ഞു, "അമ്മ ഒന്ന് അടങ്ങമ്മ, എന്തൊരു രാഹുകാലം, അതാണ് ഇതാണെന്നൊക്കെ" പറഞ്ഞു. അമ്മയ്ക്ക് അതിലൊക്കെ ഭയങ്കര വിശ്വാസമാണ്. എന്നിട്ട് പറഞ്ഞു, "അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസമാണ്. നിനക്ക് വിശ്വാസം ഇല്ലെന്നും പറഞ്ഞ് പിന്നെ എന്തുവാ?" എന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരും ഒന്ന് ബ്ലാക്ക് ആയതുകൊണ്ട് ബ്ലാക്ക് ഇടാന്നൊക്കെ വെച്ച് ഏകദേശം എല്ലാവരും ബ്ലാക്കിൽ തന്നെ പിടിച്ചിട്ടുണ്ട്. പൊന്നൂട്ടിക്ക് മാത്രമേ ഉള്ളൂ ബ്ലാക്ക് ഇല്ലാഞ്ഞത്. അമ്മയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, "നമുക്ക് തൊട്ടപ്പുറത്താണ് ആറ്റുകാൽ അമ്പലം. അമ്പലം അടയ്ക്കുന്നതിന് മുന്നേ ആണെങ്കിൽ നമുക്ക് പറ്റുമെങ്കിൽ കയറാമെന്ന്" പറഞ്ഞ്. പക്ഷേ കയറാൻ പറ്റത്തില്ലായിരുന്നു. നമ്മൾ ലേറ്റാവും. 12 മണി വരെ 12:30 വരെയും കണ്ടേ ആറ്റുകാൽ അമ്പലമുള്ളൂ. അപ്പോൾ എന്തായാലും പിന്നെ ചെന്നിട്ട് പിന്നെ അമ്പലം അടച്ചേക്കുവാണെങ്കിൽ അതൊരു വിഷമമാവും. അതുകൊണ്ട് നമ്മളെന്തായാലും അമ്പലത്തിൽ പോക്ക് ക്യാൻസൽ ചെയ്ത് അമ്മ എന്തായാലും സെറ്റ് കൊടുത്തുകൊണ്ട് തന്നെ അങ്ങ് ഇറങ്ങി. അങ്ങനെ നമ്മൾ നമ്മുടെ കർട്ടനൊക്കെ നമ്മൾ നീക്കുവാണ്. നിങ്ങൾക്കറിയാം, തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ അറിയാമല്ലോ വണ്ടി ഏതാണെന്ന്. നമ്മൾ സ്വിഫ്റ്റാണ് എടുത്തിരിക്കുന്നത്. ഉണ്ണിക്കുട്ടൻ്റെ ഫേവററ്റ് വണ്ടിയാണ് സ്വിഫ്റ്റ്. നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്നത് ഡിസയറാണ്. അത് കൊടുത്തിട്ടാണ് ചേട്ടൻ താർ എടുത്തത്. ഡിസയർ മാനുവലായിരുന്നു. പക്ഷേ ഇത് പെട്രോൾ ഓട്ടോമാറ്റിക്കാണ് എടുത്തേക്കുന്നത്. ടോപ്പ് വേരിയൻ്റ് അല്ല, ഇസഡ് ആണ് എടുത്തേക്കുന്നത്. ടോപ്പ് വേരിയൻറ്റ് ഇസഡ് ആണ്. പിന്നെ എന്തോ കളറിൽ വ്യത്യാസമുള്ള ഒരിതുമുണ്ട്. ഇത് സിംഗിൾ കളറ് ഇസഡ് ആണ്. അത്യാവശ്യമുള്ള എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്തുള്ളത് കൊണ്ട് ഇത് മതിയെന്ന് വെച്ചു. ഉണ്ണിക്കുട്ടൻ പറഞ്ഞു ഫുൾ ഓപ്ഷൻ നോക്കാൻ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു വേണ്ട, അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അലോയ് വീല്, റിവേഴ്സ് ക്യാമറ, അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളില്ലായിരുന്നു. പിന്നെ ഈ ഫോഗ് ലാമ്പൊന്നും ഇല്ലായിരുന്നു. ഫോഗ് ലാമ്പൊക്കെ നമ്മൾ എക്സ്ട്രാ ചെയ്തതാണ്. പിന്നെ മാറ്റ്, ആൻറ്റിന, സൈഡ് ബീഡിങ് അതൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഒരു കുറച്ച് 15 രൂപയുടെ എക്സ്ട്രാ ഫിറ്റിങ്സ് ചെയ്തിട്ടുണ്ട്. അത് ആവശ്യമില്ലാത്തതല്ല, മാറ്റും അതെല്ലാം വണ്ടിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ തന്നെയാണ്. അങ്ങനെയുള്ളത് ചെയ്ത് എക്സ്ട്രാ ഒരു ഇതായിട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോഗ് ലാമ്പ് മാത്രമേ ഉള്ളൂ. ഫോഗ് ലാമ്പ് ടോപ്പ് വേരിയൻറ്റിലേ ഉള്ളൂ. ഇതിലില്ലായിരുന്നു. അങ്ങനെ ഫോഗ് ലാമ്പ് ചെയ്ത് ഇത്രയും പേർക്ക് ഇന്നിവിടെ കാറ് ഡെലിവറി ഉണ്ട്. ആൾട്ടോ ഉണ്ട്, സെലേറിയോ ഉണ്ട്, വാഗനറുണ്ട്, സ്വിഫ്റ്റ് ഉണ്ട്. സ്വിഫ്റ്റ് നമുക്ക് മാത്രമേ ഉള്ളായിരുന്നു. എക്സ്പ്രസ്സോ ഉണ്ട്. അങ്ങനെ ചേട്ടനാണ് കാറ് സ്റ്റാർട്ട് ചെയ്തെടുത്തത്. എൻ്റെ അടുത്ത് പറഞ്ഞെടുക്കാൻ. ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. ഓഫ് ആവത്തൊന്നുമില്ല, ഓട്ടോമാറ്റിക്കലി ഓഫ് ആവത്തൊന്നുമില്ല. നമ്മൾ സ്വിഫ്റ്റ്, ടാറ്റയുടെ പഞ്ച് EV, ഇഗ്നിസ്, സെലേരിയോ, ആൾട്ടോ, ഇങ്ങനെ കുറേ മഹീന്ദ്രയുടെ ഒരു ഇത് ഇസഡ് 3 ആ ഒരു വണ്ടി, അതെല്ലാം നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ എനിക്ക് പഞ്ച് ഇഷ്ടപ്പെട്ടു. പക്ഷേ ടാറ്റയുടെ സർവീസും കാര്യങ്ങളൊക്കെ മോശമാണെന്നാണ് പൊതുവേ ഉള്ള അഭിപ്രായം. അതുകൊണ്ടാണ് ടാറ്റ വേണ്ടെന്ന് വെച്ച് എന്തായാലും നമുക്കൊക്കെ പറ്റിയത്. വലിയ സേഫ്റ്റിയൊന്നുമില്ല, 0% സേഫ്റ്റി തന്നെയാണ് കമ്പനി തന്നെ പറയുന്നത്. എന്നാലും നമ്മൾ അവസാനം കറങ്ങി തിരിഞ്ഞ് സ്വിഫ്റ്റിൽ തന്നെ വന്നു. സ്വിഫ്റ്റ് തന്നെയാണ് ഉണ്ണിക്കുട്ടൻ ആദ്യമേ പറഞ്ഞതും. പിന്നെ നമ്മൾ വേറെ കുറച്ചൊക്കെ നോക്കി. എന്തായാലും അവസാനം കറങ്ങി തിരിഞ്ഞ് നമ്മൾ സ്വിഫ്റ്റിൽ തന്നെ വന്നു. ഇതിനൊരു കമ്പനി മൈലേജ് പറയുന്നത് പെട്രോളാണിത്. പെട്രോള് മാനുവലിന് 24ഉം പെട്രോള് ഓട്ടോമാറ്റിക്കിന് 25ഉം ആണ് പറയുന്നത്. പണ്ട് ആരോ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് മാനുവലിനാണ് മൈലേജ് കൂടുതലെന്ന്. പക്ഷേ നമ്മളിപ്പം ടാറ്റയിലായാലും മാരുതിയിലായാലും മഹീന്ദ്രയിലായാലും ചോദിച്ചപ്പോഴെല്ലാം അവർ പറയുന്നത് ഓട്ടോമാറ്റിക് വണ്ടിക്ക് തന്നെയാണ് മൈലേജ് കൂടുതലെന്നാണ് പറയുന്നത്. കാരണം കറക്റ്റായിട്ട് ഗിയർ ഷിഫ്റ്റിംഗ് നടക്കുന്നത് ഓട്ടോമാറ്റിക്കിലാണ് എന്നൊക്കെയാണ് പറയുന്നത്. എനിക്കിതിനെപ്പറ്റി ആധികാരികമായി പറയാനൊന്നും അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ അതൊന്നും പറയുന്നില്ല. അങ്ങനെ നമ്മൾ മാനുവൽ എടുക്കാമെന്നാണ് ഞാനും ചേട്ടനും പറഞ്ഞത്. ഒരെണ്ണം ഓട്ടോമാറ്റിക് ഉണ്ട്. അപ്പോൾ ഇനി ഒരെണ്ണം മാനുവൽ എടുക്കാം എന്ന് പറഞ്ഞപ്പോൾ അവനാണ് പറഞ്ഞത് വേണ്ട, ഓട്ടോമാറ്റിക് മതി, അതല്ലേ നല്ലത്. കാരണം ഇതായാലും ഏതായാലും കൂടുതലും കൊണ്ട് നടക്കാൻ പോണത് ഞാനാണ്. എനിക്ക് ഓക്കെ ആയിട്ടുള്ളത് സത്യം പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ആണ്. നമ്മുടെ ഡിസയർ എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. ഡിസയർ 5 കൊല്ലം കയ്യിലുണ്ടായിരുന്നിട്ട് ഞാൻ ഓട്ടിക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ ഭയങ്കര വലിയ കാര്യമായിട്ട് എടുത്തില്ല. അതുകൊണ്ട് ഒരു വട്ടം ഏട്ടൻ വന്നപ്പോഴും നല്ലതുപോലെ ഓട്ടിച്ച് ആ ഒരു ട്രിപ്പിന് ഞാനും അമ്മയും പൊന്നൂട്ടിയും കൂടെ ആ ഡിസയർ ഓട്ടിച്ചാണ് ഞാൻ വെഞ്ഞാറമൂടുന്ന് ട്രിവാൻഡ്രം എയർപോർട്ട് പോയി ഏട്ടനെ വിളിച്ചുകൊണ്ട് വന്നത്. ഒരു 15 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഏട്ടൻ അത് കൊടുത്തിട്ട് താറെടുത്തത്. അപ്പോൾ എനിക്ക് പാടായിരുന്നു. ഞാൻ പറഞ്ഞു, ഇനി എന്നെക്കൊണ്ട് ഓട്ടോമാറ്റിക് വണ്ടി പറ്റുമോ എന്തോന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതും സെറ്റായി. ഇനി എന്നെക്കൊണ്ട് മാനുവൽ പാടായിരിക്കും. ഞാൻ മാനുവൽ എടുത്തിട്ട് 3 വർഷത്തോളമായി. ഞാൻ വേറൊരു വണ്ടി ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഓടിച്ച് നോക്കിയിട്ടില്ല. മാനുവൽ എടുത്തിട്ട് 3 വർഷമായി. അതുകൊണ്ട്
ഇനി മാനുവൽ പാടായിരിക്കും. അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക് തന്നെയാണ് എടുത്തത്. നമ്മൾ ഇതിൻ്റെ കളർ കാണാൻ പോയിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ലേ, അന്നവിടെ 12 വണ്ടിയോ മറ്റോ ഡെലിവറി ഉണ്ടായിരുന്നു. അതിനകത്ത് 8 വണ്ടിയും ഓട്ടോമാറ്റിക് ആയിരുന്നു. ബാക്കി 4 വണ്ടികൾ മാത്രമേ ഉള്ളായിരുന്നു മാനുവൽ എടുക്കുന്നത്. പ്രത്യേകിച്ച് ഇവിടുത്തെ ട്രാഫിക്കിൽ ഓട്ടോമാറ്റിക് തന്നെയാണ് ബെറ്റർ. 2 വണ്ടിയും കൊണ്ടുവരണമല്ലോ. അങ്ങനെ ഞാനും അമ്മയും പൊന്നൂട്ടിയും കൂടെ താറിലേക്ക് വന്നു. അവർ 3 ലിറ്റർ പെട്രോൾ ഫ്രീ ഉണ്ട്. അപ്പം ഏതോ പമ്പിൽ, അവിടെ അടുത്ത് ഏതോ ഒരു പമ്പിലാണ്. അപ്പം അനുചേട്ടനും ചേട്ടനും കൂടെ അങ്ങോട്ട് പോയി പെട്രോൾ അടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. ഈ ഭാഗത്തോട്ടൊന്നും ഞാൻ വന്നിട്ടില്ല. ഇത് കിള്ളിപ്പാലമാണ്. ഇപ്പോൾ 2 മൂന്ന് വട്ടം കാർ എടുക്കാനും അതിൻ്റേതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് വന്നിട്ടുള്ളത്. ഇവിടെ അമ്പലമുക്കിലുള്ള ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് ദീപു ചേട്ടനാണ് നമ്മുടെ ഡീലർ. നമ്മൾ എല്ലാം സെറ്റ് ചെയ്ത് തന്നത് പുള്ളിയാണ്. നമ്മൾ പറഞ്ഞ് നമുക്ക് വ്ളോഗ് എടുക്കാനുണ്ട്, വീഡിയോസ് എടുക്കാനുണ്ട്, ചുമന്ന തുണിയൊക്കെ വേണമെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പുള്ളി എല്ലാം നമുക്ക് അടിപൊളിയായിട്ട് ചെയ്തു തന്ന് എല്ലാം കിടലുമായത്. നമ്പർ നമ്മൾ ഫാൻസി നമ്പറിനൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു. പക്ഷേ ചെറിയൊരു ഫാൻസിയോട് കൂടിയാണ് നമ്പർ കിട്ടിയത്. ഫാൻസി നമ്പർ വേണമെന്ന് ചോദിച്ചപ്പോൾ ഫാൻസി നമ്പറാണെങ്കിൽ കുറച്ചുകൂടെ സമയമെടുക്കും. നമ്മൾ പറഞ്ഞു ഫാൻസി നമ്പറൊന്നും വേണ്ട, ഉള്ള നമ്പരൊക്കെ മതിയെന്നും പറഞ്ഞ് അങ്ങനെ കൊടുത്തതാണ്. പക്ഷേ ഇപ്പോൾ കിട്ടിയപ്പം ചെറിയ ഒരു ഫാൻസി നമ്പർ 1620 ഒരു ഫാൻസി നമ്പറാണ്. KL 16 AD 1620. അങ്ങനെ നമ്പരും കിട്ടി. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്. പിന്നെ കുറച്ച് പേരെങ്കിലും പറയുന്നുണ്ടായിരിക്കും ഒരു വണ്ടിയുണ്ട്, ഇപ്പോൾ ഒരു വണ്ടിയുടെ ആവശ്യമുണ്ടോ എന്ന്. ആവശ്യം എന്താണെന്ന് അറിയുന്നത് നമുക്ക് മാത്രമാണ്. കാരണം എൻ്റെ കൂടെ താറിൽ യാത്ര ചെയ്ത എല്ലാവർക്കും അറിയാം അതിനകത്ത് യാത്ര ചെയ്യുന്ന ബുദ്ധിമുട്ട്. പിന്നെ അത് കൊണ്ട് നടക്കുമ്പോൾ ഉള്ള അതിൻ്റെ ചിലവുകൾ, അതിൻ്റെ മൈലേജ് വൻ വിഷയമാണ്. കാരണം ലോക്കൽ ഓട്ടമാണ് കൂടുതലുള്ളത്. അതിൻ്റെ മൈലേജ്, അതിൻ്റെ വർഷം തോറുമുള്ള സർവീസ്, ഇൻഷുറൻസ്, ബാക്കി എല്ലാം പോട്ടെ, അതിൻ്റെ ബാക്ക് സൈഡിൽ ഇരിക്കുന്നവർക്ക് ഛർദ്ദിക്കാൻ വരുമ്പോൾ ഉള്ള പാട്. പിന്നീട് അമ്മയ്ക്ക് ഏറ്റവും നമ്പർ 1 ആയിട്ടുള്ള റീസൺ അതാണ്. അമ്മയ്ക്ക് കാലിന് പ്രശ്നമുണ്ട്. അമ്മയെ കൊണ്ട് ബാക്കിൽ കൂടുതലായിട്ട് കയറാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് ഇതായത്. പിന്നീട് ഇത് കൊടുക്കുന്ന ഒരിത് വന്നാൽ അത് കൊടുക്കാം. ചിലപ്പോൾ താറ് കൊടുക്കേണ്ടി വന്നാൽ അത് കൊടുക്കണം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വേറെ. അങ്ങനെ നമ്മൾ ഉണ്ണിക്കുട്ടനെ കൊണ്ടുവന്ന് ചിലവ് കഴിച്ച് ഞാൻ പറഞ്ഞു, ഇന്ന് നിൻ്റെ ചിലവാണ്, നമുക്ക് നമ്മൾ എന്ത് ഓർഡർ ചെയ്യുന്നു അതെല്ലാം നിൻ്റെ വകയാണെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ എന്തിനോ പോയി ഓർഡർ ചെയ്യാൻ പറഞ്ഞു. നമ്മൾ തക്കാരത്തിൽ കയറിയിട്ട് അനുചേട്ടൻ ഉണ്ടായിരുന്നു. ഞാനും അമ്മയും പൊന്നൂട്ടി ഏട്ടനും, ഞാനും ചേട്ടനും അനുചേട്ടനും ബിരിയാണിയും മേടിച്ച്, അമ്മ ഊണാണ് മേടിച്ചത്. അമ്മയ്ക്ക് ബിരിയാണി, മന്തി, ഇതൊന്നും. മന്തിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് എൻ്റെയും പൊന്നൂട്ടിയുടെയും ഫേവററ്റ് മന്തി സ്പോട്ടായ സഹർ മന്തി പൂട്ടി. ഇനി എനിക്ക് മന്തിയേ കഴിക്കാൻ തോന്നുന്നില്ല. അവിടുത്തെ ന്യൂസ് കേട്ടിട്ട് എനിക്കതൊന്നും തോന്നുന്നില്ല. ഞങ്ങൾ 2 ചിക്കൻ ബിരിയാണി, അല്ല 2 ബീഫ് ബിരിയാണിയും 1 ചിക്കൻ ബിരിയാണിയാണ് മേടിച്ചത്. അമ്മ ഊണും. പൊന്നൂട്ടിക്കായിട്ട് പിന്നെ എക്സ്ട്രാ ഒന്നും മേടിക്കണ്ടല്ലോ. പൊന്നൂട്ടിക്ക് വാങ്ങിച്ചാൽ അത് വേസ്റ്റാണ്. ഞാനും പൊന്നൂട്ടിയും കൂടെ ഒരെണ്ണം എടുത്ത്. അത് കഴിഞ്ഞ് ഏതോ ഒരു മീൻ, ആ മീനിൻ്റെ പേര് ഏട്ടൻ പറയുന്നതായിട്ട്, അത് തവ ഫ്രൈയോ അങ്ങനെ എന്തോ മേടിച്ചു. അതും നമ്മൾ എല്ലാവരും കൂടെ ഷെയർ ചെയ്ത് കഴിച്ചു. എനിക്ക് തവ ഫ്രൈയുടെ മസാല ഭയങ്കര ഇഷ്ടമാണ്. നല്ല രസമായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ ഒരു റീൽസും കൂടെ ഷൂട്ട് ചെയ്തിട്ടാണ് വന്നേക്കുന്നത്. റീൽസ് ഉടനെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞ് ഒരു ലൈം ജ്യൂസും മേടിച്ച്. ചേട്ടൻ മേടിച്ചില്ല, ചേട്ടൻ സുലൈമാനിയാണ് മേടിച്ചത്. തൊണ്ടയ്ക്ക് നല്ല വേദനയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.